സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി യുവമോർച്ച. അഴീക്കോട് യുവമോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ റാലിയിലാണ് കൊലവിളി മുദ്രാവാക്യം. കണ്ണൂർ അഴീക്കോട്ടെ ജയകൃഷ്ണൻ അനുസ്മരണത്തിനിടെയാണ് സംഭവം. ബലിദാനികളെ കൂട്ടുപിടിച്ച പട്ടാപ്പകലിൽ പാലക്കാട്. വിവരങ്ങളുമായി നിഖിലയാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത്. നിഖിൽ, എന്തായാലും സന്ദീപ് വാര്യർ പാർട്ടി മാറി കോൺഗ്രസിലെത്തിയത് വലിയ തരത്തിൽ BJPയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിലാണിപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി യുവമോർച്ച പ്രവർത്തകർ രംഗത്ത് എത്തുന്നത്. വിവരങ്ങൾ നൽകാം. സ്വാതി, പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തയാളാണ് സന്ദീപ് വാര്യർ. അങ്ങനെ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കാൻ ബലിദാനികളെ കൂട്ടുപിടിച്ചു. അങ്ങനെ ബലിദാനികളെ കൂട്ടുപിടിച്ച് പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന ശ്രമമുണ്ടായാൽ പട്ടാപ്പകൽ പാലക്കാട് എടുത്തോളാം നിന്നെ എന്ന തരത്തിലുള്ള ഒരു മുദ്രാവാക്യം വിളിയാണ് ഇന്നലെ നടന്ന KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലിയോടുമായി ബന്ധപ്പെട്ട യുവമോർച്ച പ്രവർത്തകർ നടത്തിയത്. യുവമോർച്ച അഴീക്കോട് നിയോജക മണ്ഡലം കമ്മിറ്റിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇന്നലെ സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിൽ ഉടനീളം ഇന്നലെ KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അഴീക്കോട് നടന്ന പരിപാടിയിലാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളി, അത്യന്തം പ്രകോപനപരമായ മുദ്രാവാക്യം വിളി സന്ദീപ് വാര്യർക്കെതിരെ ഉയർന്നത്. സ്വാതി നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റം അത് വലിയ രീതിയിലുള്ള തിരിച്ചടി BJPക്ക് ഉണ്ടാക്കി എന്ന രീതിയിൽ തന്നെയാണ് BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. അത് പ്രവർത്തകർക്കിടയിലും വലിയ അമർഷം സന്ദീപ് വാര്യർക്കെതിരെ ഉണ്ടാക്കി എന്നതും ഒരു വാസ്തവമാണ്. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇന്നലെ അഴീക്കോട് കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവമോർച്ചയുടെ അഴീക്കോട് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ ഈ മാർച്ചിന്റെ മുൻനിരയിൽ നമുക്ക് BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായ AP അബ്ദുള്ളക്കുട്ടിയെ കാണാം. ഇന്നലെ അഴീക്കോട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് അബ്ദുള്ളക്കുട്ടിയായിരുന്നു. അപ്പോൾ അബ്ദുള്ളക്കുട്ടിയുടെ അടക്കം സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ സന്ദീപ് വാര്യർക്കെതിരെയുള്ള ഈ ഒരു കൊലവിളി മുദ്രാവാക്യം നടക്കുന്നത്. പട്ടാപ്പകൽ എടുത്തോളാം, പാലക്കാട് ടൗണിൽ പട്ടാപ്പകൽ തന്നെ എടുത്തോളാം എന്ന തരത്തിലുള്ള ഭീഷണി തന്നെയാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബലിദാനികളെ കൂട്ടുപിടിച്ച് പ്രസ്ഥാനത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് സന്ദീപ് വാര്യർ നടത്തിയതെന്ന ആരോപണമാണ് യുവമോർച്ച പ്രവർത്തകർ ആ മുദ്രാവാക്യം വിളികളിലുടനീളം നടത്തുന്നത്. അതിന് പ്രതികാരം ചെയ്യുമെന്ന തരത്തിൽ തന്നെയാണ് അവരുടെ മുദ്രാവാക്യം വിളികളും. നിഖിൽ, എന്തായാലും വലിയ തരത്തിൽ ഈ ഒരു കൊലവിളി മുദ്രാവാക്യം എന്നുള്ളത് അത് പ്രത്യക്ഷമായി തന്നെ വിളിച്ചിരിക്കുകയാണ്. ഇത് ഏത് രീതിയിലാകും സന്ദീപ് വാര്യറിനെ ബാധിക്കുക, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ ഏത് രീതിയിലാകും ഇതിനെ പ്രതിരോധിക്കുക? ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ സന്ദീപ് വാര്യർ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് മാറുമ്പോൾ അത് BJPക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. മാത്രമല്ല പാലക്കാട് സന്ദീപ് വാര്യർ മാറുമ്പോൾ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായ മുദ്രാവാക്യം അല്ലെങ്കിൽ കൊലവിളി മുദ്രാവാക്യം കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും ഭീഷണികളും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും സന്ദീപ് വാര്യർ നിയമപരമായ വഴികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയാണ് സന്ദീപ് വാര്യർക്കെതിരെയുള്ള ഈ ഭീഷണിയെ BJP നേതൃത്വം കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു കൗതുകമുണ്ട്. കാരണം അതിനെ അനുകൂലിക്കാൻ പോകുന്നുണ്ടോ അതോ എതിർക്കുകയാണോ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയുടെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ തന്നെ കാണാവുന്ന AP അബ്ദുള്ളക്കുട്ടിയുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു മുദ്രാവാക്യം വിളിയാണ്. അതങ്ങനെ ലാഘവത്തോടെ കാണാവുന്നതുമല്ല. ഒരാൾ പാർട്ടി മാറി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പട്ടാപ്പകൽ എടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായും ഒരു ഭീഷണി തന്നെയാണ്. ആ ഭീഷണിയോട് സന്ദീപ് വാര്യർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. നിയമപരമായി അദ്ദേഹം നീങ്ങാൻ പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധേയമാണ്. അതിനപ്പുറത്തേക്ക് BJP നേതൃത്വം ഈ പ്രവർത്തകരുടെ ഈ നിലപാടിനെ, യുവമോർച്ച പ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ള ഈ നിലപാടിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നതും വരും മണിക്കൂറുകളിലാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാനാവുക. ശരി നിഖിൽ, തുടരുക. എന്തായാലും സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി യുവമോർച്ച രംഗത്തെത്തിയിരിക്കുകയാണ്. അഴീക്കോട് യുവമോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ റാലിയിലാണ് കൊലവിളി മുദ്രാവാക്യം നടത്തിയിരിക്കുന്നത്. എന്തായാലും സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് BJPയിൽ നിന്ന് വിട്ട് കോൺഗ്രസിലേക്ക് പോയത് വലിയ ആഘാതം തന്നെയാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുള്ള ശക്തമായ തെളിവ് തന്നെയാണ് ഈ ഒരു കൊലവിളി മുദ്രാവാക്യവുമായി പ്രവർത്തകർ രംഗത്തെത്തുന്നത്. ആ ദൃശ്യം നമുക്കൊന്നുകൂടി കാണാം. ബലിദാനികളെ കൂട്ടുപിടിച്ച പട്ടാപ്പകലിൽ പാലക്കാട്. ഇപ്പോൾ നമുക്കൊപ്പം സന്ദീപ് വാര്യർ തന്നെ ചേരുകയാണ്. ശ്രീ
സന്ദീപ് വാര്യർ, എന്തായാലും ആ മുദ്രാവാക്യം വിളികളൊക്കെ താങ്കൾ കേട്ട് കാണുമായിരിക്കും. ബലിദാനികളെ കൂട്ടുപിടിച്ച് എന്നാണ് പറയുന്നത്. ഏതു രീതിയിലാണ് ഇതിനെ താങ്കൾ പ്രതിരോധിക്കുന്നത്? താങ്കൾ ഇതിൽ പതറുമോ? നോക്കൂ, ഈ വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും കൂടാരമായി മാറിയിട്ടുള്ള ആ പ്രസ്ഥാനത്തിന് അകന്നു നടക്കാൻ ഞാൻ എടുത്ത തീരുമാനം അത് ശരിയായിരുന്നു എന്ന് അവര് തന്നെ എന്നെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ്. ഇത്രത്തോളം രാഷ്ട്രീയ അസഹിഷ്ണുത കാണിക്കുന്ന, ഒരുപക്ഷെ രാഷ്ട്രീയ അസഹിഷ്ണുതയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊരു കോമ്പറ്റീഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന BJP-യിൽ നിന്ന് അകന്നു നിൽക്കാൻ ഞാനെടുത്ത തീരുമാനം, അവരിൽ അകന്നു മാറി നടക്കാൻ ഞാനെടുത്ത തീരുമാനം അത് ശരിയായിരുന്നു എന്ന് കാലം ബോധ്യപ്പെടുത്തി തരികയാണ്. ഇന്നലെ ഈ KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പരിപാടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ പരിശോധിക്കുക. അതിൽ കൂടെ നടക്കുന്നത് BJP-യുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള AP അബ്ദുള്ളക്കുട്ടിയാണ്. അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ നേതാവ് നടക്കുന്ന പ്രകടനത്തിൽ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, തൊട്ടടുത്ത് നിന്ന് ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് തടയാനുള്ള ബാധ്യത AP അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന BJP-യുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് BJP-യുടെ ഓൾ ഇന്ത്യ ലീഡർഷിപ്പും സ്റ്റേറ്റ് ലീഡർഷിപ്പും അറിഞ്ഞുകൊണ്ടാണ് ഈ കൊലവിളി മുദ്രാവാക്യം നടത്തിയിട്ടുള്ളത്. അതല്ലെങ്കിൽ അവരെന്തുകൊണ്ട് തടഞ്ഞില്ല? എന്തുകൊണ്ട് ആ സീനിയർ നേതാവ് തടയാൻ തയ്യാറായില്ല? അപ്പൊ അബ്ദുള്ളക്കുട്ടിയുടെ കാർമ്മികത്വത്തിൽ നടന്നിട്ടുള്ള മുദ്രാവാക്യം വിളിയാണ് BJP-യുടെ ഓൾ ഇന്ത്യ ലീഡർഷിപ്പും സ്റ്റേറ്റ് ലീഡർഷിപ്പും അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള കൊലവിളി മുദ്രാവാക്യമാണ്. എന്നെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. എന്നെ കൊലപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അവർ കുറെ കാലമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എന്നെ കൊന്നുകളയും എന്ന രീതിയിൽ തന്നെ പല സന്ദേശങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തായാലും ഞാൻ എടുത്ത നിലപാടുമായി തീരുമാനവുമായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനമായി മുന്നോട്ട് പോകും. ഈ വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, മതനിരപേക്ഷതയുടെ ഭാഗമായി മാറിയ ഞാൻ അടിയുറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മറ്റൊന്ന്, ഈ ഇന്നലെ നടന്നിട്ടുള്ള KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം എന്തുകൊണ്ട് കണ്ണൂരിൽ മാത്രമായി ഒതുക്കി? എന്തുകൊണ്ട് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ചരിത്രത്തിൽ ആദ്യമായി KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് സംബന്ധിച്ചൊക്കെ മറുപടി അവരാ പറയേണ്ടത്. കേരളത്തിൽ രൂപപ്പെട്ടുള്ള CJP സഖ്യത്തിന്റെ ഭാഗമായി CPM BJP അവിശുദ്ധ ബാന്ധവത്തിന്റെ ഭാഗമായി പിണറായി വിജയന്റെ ഉത്തരവ് കൊണ്ട് 13 ജില്ലയിലെയും ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം ഇപ്പോ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇപ്പൊ അത് പാർട്ടി ആഫീസിനകത്തെ പുഷ്പാർച്ചന മാത്രമായി മാറ്റിയിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ഇപ്പൊ റാലി നടന്നിട്ടുള്ളത്. ഇതിന്റെയൊക്കെ മറുപടി BJP-യുടെ സംസ്ഥാന നേതൃത്വമാണ് പറയേണ്ടത്, ഞാനല്ല. എന്തായാലും ഈ കൊലവിളി മുദ്രാവാക്യം നടത്തിയിട്ടുള്ളത് BJP-യുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷന്റെ നേതൃത്വത്തിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന സമയത്ത് ഇത് പാർട്ടിയുടെ നിലപാടായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. സന്ദീപ് വാര്യർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് പാർട്ടിയുടെ സംസ്ഥാന അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ മുദ്രാവാക്യമാണ്. കേവലം യുവമോർച്ച പ്രവർത്തകരുടേതായിട്ടുള്ള മുദ്രാവാക്യമല്ല എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ഒരു താങ്കൾക്കെതിരായ ഒരു പൊതു നിലപാടാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാകുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പാലക്കാട് ഈ പാർട്ടിയുടെ നേതൃത്വം അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ഹ്യൂമിലിയേഷൻ, അതുപോലെയുള്ളൊരു തെരഞ്ഞെടുപ്പ് പരാജയം, ആ പരാജയത്തിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് എനിക്ക് നേരെയും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഒക്കെ BJP-യുടെ സംസ്ഥാന നേതൃത്വം ഇതുപോലെയുള്ള കൊലവിളിയുമായി നടക്കുന്നത്. എന്താ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്? കൈകാര്യം ചെയ്ത് കളയുമെന്നല്ലേ പറഞ്ഞത്? പത്രമാഫീസുകൾക്കുള്ളിൽ കയറി തങ്ങൾക്കെതിരെ എഴുതുന്ന മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്ത് കളയും എന്ന് ഇന്നേ വരെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവ് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതുപോലെ അസഹിഷ്ണുതയുടെ ഭാഗമായി മാറിയിട്ടുള്ള ഒരു നേതൃത്വം മറ്റെന്താ പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഇവരാണ് യഥാർത്ഥ ഫാസിസ്റ്റുകൾ. ആ ഫാസിസ്റ്റ് നിലപാടാണ് ഇപ്പൊ ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസിനോടൊപ്പം ഞാൻ അണിചേർന്നിട്ടുള്ളത്. താങ്ക് യു. ശരി, വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ പ്രതികരിച്ചതിന്. സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി യുവമോർച്ച പ്രവർത്തകരാണ് രംഗത്തെത്തിയത്. അഴീക്കോട് യുവമോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ റാലിയിലായിരുന്നു കൊലവിളി മുദ്രാവാക്യം. അതിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. അദ്ദേഹം പറയുന്നത് ഇത് കേവലം യുവമോർച്ച പ്രവർത്തകരുടെ മുദ്രാവാക്യം മാത്രമായി കണക്കാക്കേണ്ട ആവശ്യമില്ല. പാർട്ടിയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്നാണ്.